നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജിനു. നമ്മൾ ഇന്നൊരു കാനന ക്ഷേത്രം സന്ദർശിക്കാൻ പോവാണ്. കാനന ക്ഷേത്രം സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ ശിവരാത്രി ദിവസം മാത്രം തുറക്കുന്ന ഒരു കാനന ക്ഷേത്രം. ഇത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇതിൻ്റെ കൂടുതൽ വഴിയും കാര്യങ്ങളും വിശദ വിവരങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നീ കാണുന്നത്. അപ്പോൾ കാടിനടുക്ക് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇവിടെയാണ് അടവി എക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് അടവി എക്കോ ടൂറിസം കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉള്ളത്. ഇവിടുന്ന് ഒരു 250 മീറ്റർ ഉള്ളൂ. ഈ പാലത്തിൻ്റെ അവിടുന്ന് 250 മീറ്റർ ഉള്ളൂ. നമ്മൾ ഈ പോകുന്നത് അങ്ങോട്ട് പോകുന്ന റൂട്ടാണ്. ഏറ്റവും കൂടുതൽ സന്ധ്യസമയത്ത് കാട്ടാനകളൊക്കെ ഇറങ്ങുന്ന ഒരു വഴിയിൽ കൂടെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളും അതിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് പുറകെ പങ്കുവെക്കാം. ഇന്ന് ഞാൻ പുറപ്പെട്ട വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ട് കുമ്പഴ പയ്യനാമൺ വഴി കോന്നി പയ്യനാമൺ വഴി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോയിട്ട് നമ്മൾ നേരെ ചന്നത്തോട് റൂട്ടിട്ടാണ് പോകുന്നത്. തണ്ണിത്തോട് റൂട്ടിട്ട് പോകുന്നതുകൊണ്ട് ഇത് നമ്മുടെ അടവി എക്കോ ടൂറിസത്തിൻ്റെ ഒക്കെ റൂട്ട് തന്നെയാണ്. അടവി എക്കോ ടൂറിസത്തിൻ്റെ റൂട്ട് വഴി നമുക്ക് തണ്ണത്തോട് പോകാം. തണ്ണത്തോട് നമ്മൾ ലെഫ്റ്റോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ പാലമുണ്ട്. പാലം കയറി ഇറങ്ങും. ഈ പാലം കയറി ഇറങ്ങി നേരെ നമ്മൾ തണ്ണത്തോട് മൂഴി എന്ന് പറഞ്ഞ ജംഗ്ഷനിലോട്ടാണ് വരുന്നത്. ഈ പോകുന്ന വഴിയൊക്കെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ മൂഴി എന്ന ജംഗ്ഷനിൽ ഇറങ്ങിയതിന് ശേഷം ഇവിടുന്ന് വലത്തോട്ട് തിരിയുക. ഇവിടുന്ന് വലത്തോട്ട് തിരിയുന്നതാണ് നമുക്ക് പോകാനുള്ള റൂട്ട്. ഇതിൻ്റെ വലത്തോട്ട് തിരിയുക. ഈ റോഡ് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞതിന് ശേഷം അത് തേക്കത്തോട് പഞ്ചായത്തിലോട്ടാണ് വരുന്നതെങ്കിലും നമ്മുടെ തേക്കോട് ജംഗ്ഷനിൽ പോകില്ല. ഇടത്ത് പോലെയാണ് തേക്കോട് ജംഗ്ഷനിൽ പോകുന്നത്. നമ്മൾ നേരെ കരിമാന്തോടിലോട്ടാണ് പോകുന്നത്. ഈ കരിമാന്തോട് എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ ബസ് സർവീസ് അവിടെ വരെ, കരിമാന്തോട് വരെ ബസ് സർവീസ് ഉള്ളൂ. നമ്മൾ മറ്റുള്ള ഇത് കരിമാന്തോട് ജംഗ്ഷനാണ്. നമ്മൾ കരിമാന്തോട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വാഹനത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനം ഇവിടെ ഒതുക്കിയിടാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് വാഹനം ഒതുക്കിയിട്ടിട്ട് ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്കുള്ള ജീപ്പ് സർവീസ് ഉണ്ട്. അപ്പോൾ ബസ്സല്ല ഇവിടെ വരെയുള്ളൂ. ബസ്സല്ല ഇവിടെ കൊണ്ട് നിർത്തി വെക്കും. ഇവിടുന്ന് വലത്തിരിക്കുക. ഇനി ഇത്രയും നേരം നല്ല റോഡായിരുന്നു, ഇനി മോശം റോഡാണ്. ഈ മോശം റോഡിൽ കൂടെ വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. കാരണം വണ്ടിയെല്ലാം അവിടെ നിർത്തിയിട്ട് ഒതുക്കിയിട്ടും നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ശിവരാത്രി ദിവസം അതിഭയങ്കരമായ തിരക്ക് തന്നെയാണ്. കാരണം അത്രയും വണ്ടിയുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് മല ആദ്യം കയറുന്നതാണ്. മല കയറി കഴിഞ്ഞാൽ ഒരുപാട് റൂട്ട് സഞ്ചരിച്ചു. കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് റിസ്കി ഏരിയ ആണ്. ഈ കാണുന്ന വഴിയൊക്കെ നമ്മൾ ടൂ വീലറിൽ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊരു വലിയ വളവാണ്. ഈ വളവ് തിരിഞ്ഞ് ഒറ്റയടിക്ക് കയറിപ്പോൾ എന്നുള്ളത് ഇച്ചിരി സാഹസം തന്നെയാണ്. ലോഡും വെച്ചിട്ട് വണ്ടി വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ അത്രത്തോളം ഫീൽ ചെയ്തില്ലെങ്കിലും നല്ല വലിയൊരു കയറ്റം തന്നെയാണിത്. ആ സൈഡ് റബ്ബറുകളൊക്കെ നിൽക്കുന്ന ഒരു കയറ്റമാണ്. മനുഷ്യവാസം ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. എങ്കിലും റോഡ് മോശം, ഈ കയറ്റം ഉള്ളത് കൊണ്ട് വാഹനം കയറി പുറകിൽ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ടൂ വീലറാണെങ്കിൽ പുറകിൽ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാൻ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഇനി ഈ റോഡ് വിട്ട് ഒരു ശകലം മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫോറസ്റ്റിലേക്ക് കയറുകയാണ്. ഫോറസ്റ്റിലേക്ക് എൻട്രി ആയി. ഫോറസ്റ്റിലോട്ട് എൻട്രി ആയി കഴിഞ്ഞാൽ ഇപ്പം ഫോറസ്റ്റുകാർ റോഡിന് ഈ ശിവരാത്രിക്ക് വേണ്ടി കുത്തിയിളക്കി റോഡ് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. അത്ര ലെവലൊന്നുമല്ല, എല്ലായിടത്തും കല്ലും അതൊക്കെ മണലൊക്കെ തന്നെയാണ്. ഇതിപ്പം ഈ ഒരു കരിയിലേയും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും വരുന്ന ദിവസങ്ങളിൽ വാഹനങ്ങൾ പോയി കരിയിലൊന്നും ഇല്ലാതായി കുഴിമണ്ണാവും. അവിടെ പോകാനുള്ളവരോട് നമുക്ക് എടുത്ത് പറയാനുള്ളത് നിർബന്ധമായും ടൂ വീലർ യാത്ര, ടൂ വീലറെന്നല്ല ഏത് വണ്ടിയിൽ പോയാലും മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് പോകുക. കാരണം ഭയങ്കര പൊടിയായിരിക്കും. ഉണക്ക് സമയമായതുകൊണ്ട് ഭയങ്കര പൊടിയായിരിക്കും. ഡസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ മാസ്ക് യൂസ് ചെയ്യുക. വെള്ള ഷർട്ട് അധികം ഉപയോഗിക്കാതിരിക്കുക. വെള്ള ഷർട്ടെന്നല്ല, വെള്ള ഡ്രസ്സുകളിലെ വസ്ത്രങ്ങൾ അത് ഉപയോഗിക്കുക. കാരണം തിരിച്ചു വരുമ്പോൾ അത് ചുവന്ന ഡ്രസ്സായിട്ട് മാറും. അത്രയ്ക്കും പൊടിയുണ്ട്. അപ്പോൾ നല്ല റോഡാണ്. നമ്മൾ റോഡിൽ ഇത്ര സ്പീഡിൽ പോകുന്നതിനും ഇത്തിരി സ്പീഡ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും മോശം റോഡാണ്. കാരണം മറ്റു വണ്ടിക്കാരൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ ആരുമില്ലായിരുന്നു. റോഡിൽ നിറച്ച് ആനപ്പിണ്ടമാണ്. അപ്പോൾ കാട്ടിലൊക്കെ നിറച്ച് സൗണ്ടുമാണ്. ആനയുടെ സൗണ്ടും പച്ച ആനപ്പിണ്ടവും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അധികം അവിടെ നിർത്തുകയൊന്നും ചെയ്യാതെ നമ്മളങ്ങ് വിട്ടു പോവുകയാണ്. കാരണം അടുത്ത ആളൊക്കെ ഉണ്ടാകുമെന്നുള്ള വിചാരത്തിലായിരുന്നു നമ്മളവിടുന്ന് പുറപ്പെട്ടത്. പക്ഷെ ആളില്ലാത്തതുകൊണ്ട് നമ്മളവിടുന്ന് നേരെ അങ്ങ് വിട്ടുപോയി. കാരണം അവിടെ നിർത്തിയിട്ട് ഇനി മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കലുന്നുണ്ട്. കാരണം ധാരാളം ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. എല്ലായിടത്തും ആനപ്പിണ്ടമാണ്. നമ്മൾ ആനപ്പിണ്ടത്തെ കൂടെ കയറി ഇറങ്ങിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ക്യാമറയിൽ നമുക്ക് ഈ റോഡിൻ്റെ മോശാവസ്ഥ എത്രത്തോളം കാണുന്നതെന്നുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു റോയൽ എൻഫീൽഡിലാണ് പോയത്. അതുകൊണ്ട് അങ്ങനെ ചാടിക്കയറിയൊക്കെ അങ്ങ് പോകുന്നേ ഉള്ളൂ. ചെറിയ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ കല്ലിൻ്റെ ഇടയിൽ കൂടെ പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ട് താണ്ടി വേണം നമ്മളിതിൽ അങ്ങോട്ട് പോകാനെ കൊണ്ട്. നമ്മളിങ്ങനെ പോയി വരുവാന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ക്ഷേത്രത്തിന് അടുത്തെത്താറായിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വഴിയാണ് ഗുരുനാഥൻ മണ്ണിൽ നിന്ന് വരുന്ന വഴി. ഈ ഗുരുനാഥൻ മണ്ണിൽ നിന്ന് ഇവിടെ വരാം, തണ്ണത്തോട് വഴിയും പോകാൻ പറ്റും. 2 റൂട്ടാണുള്ളത്. ഗുരുനാഥൻ മണ്ണിലുള്ള റൂട്ടല്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പറഞ്ഞുതരാം. റൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ റോഡിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു.
ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ അങ്ങ് ആരുമില്ലെന്നുള്ളവരും ധാരാളം പേരുണ്ടാവും, കടയൊക്കെ ഉണ്ടാവും വിചാരിച്ചാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഇവിടെ വന്നപ്പോൾ ആരുമില്ലായിരുന്നു. നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞപ്പം അവിടെ നിന്ന് സംസാരിച്ചപ്പോഴും നമ്മൾ വലിയ പേടിയില്ലാതാവുന്ന വരുന്ന വഴിക്ക് നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം വനത്തിൽ കൂടെ ആയിരുന്നു യാത്ര, നിറച്ചും ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എപ്പോഴും ആന ഇറങ്ങുന്നൊരു സ്ഥലമാണ്. ഇതാണ് ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സ്ഥലങ്ങളാണ് ഈ കാണുന്ന ലൊക്കേഷനിലൊക്കെ. ഇത് കാടിന് നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രം. ഇത് എല്ലാ മലയാള മാസം 1-ാം തീയതിയും ശിവരാത്രി ദിവസം മാത്രമേ ഈ ക്ഷേത്രം തുറക്കത്തുള്ളൂ. അപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. അതിന് ശേഷമാണ് ഈ കാര്യങ്ങളും ബിൽഡിങ്ങും ഇതിൻ്റെ ഉപദേശസമിതി, അതിന് ആൾക്കാർ ബിൽഡിങ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ശിവരാത്രി ദിവസം വലിയ ആഘോഷമാണ്. അപ്പോൾ ഇന്ന് ശിവരാത്രിക്ക് ഒരു 3 ദിവസം മുമ്പാണ്. അപ്പം നമ്മളിവിടെ ധാരാളം കടയൊക്കെ വന്ന് കാണും എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇവിടെ വന്നത്. പക്ഷേ വന്ന വഴിക്ക് ഒരു മനുഷ്യനും ഇല്ലായിരുന്നു, വണ്ടി ഇല്ലായിരുന്നു. പേടിച്ചിട്ട് എത്തിപ്പെട്ടു. പക്ഷേ ഇവിടെ വന്നപ്പോൾ കടയിൽ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടുത്തെ ജോലിക്കാരും ഒക്കെ ഇവിടെ പണിയെടുക്കുന്നൊക്കെ ഉണ്ട്. കട വന്നില്ല. കാരണം ഇത് ഞായറാഴ്ച ദിവസമാണ് അതിന് ഷൂട്ട് ചെയ്യുന്നത്. ഞായറാഴ്ച ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. ബുധനാഴ്ചയാണ് ശിവരാത്രി വരുന്നത്. അപ്പോൾ എത്ര ദിവസമുള്ള വന്നിട്ട് ഒന്നാൽ ഇവിടെ നിറച്ചും കടയെല്ലാം വന്ന് ശിവരാത്രി ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്നത് ഈ കുളമൊന്നും കാണാൻ സാധിക്കത്തില്ല. ഇവിടെ എല്ലാം കടയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഈ കുളം എന്ന് പറഞ്ഞാൽ ആന വെള്ളം കുടിക്കാൻ വരുന്ന കുളമാണ്. എപ്പോഴും ഇതിൻ്റെ പുറകിലൊരു കുളം കൂടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ആന വരുമ്പോൾ തിരുമേനിയൊക്കെ പറഞ്ഞേക്കാം എപ്പോഴും ആന വെള്ളം കുടിക്കാൻ വരുന്നതാണ്. വരുന്ന വഴിക്കെല്ലാം മണം ഉണ്ടായിരുന്നു, ആനപ്പിണ്ടം എല്ലാം കിടപ്പുണ്ടായിരുന്നു. വരുന്ന വഴിക്കെല്ലാം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലും ഈ പറഞ്ഞ ഒരു കുളമുണ്ട്, ചെറിയ കുളമുണ്ട്. അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് വരാതിരിക്കുക, രാത്രിയിൽ അധികം വരാതിരിക്കുക. അപ്പോൾ നല്ലൊരു പ്രകൃതി. അപ്പോൾ ഇന്ന് വന്നുകൊണ്ട് നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. കാരണം ശിവരാത്രി ദിവസം നമ്മൾ വരുന്നുണ്ട്, നിറച്ചും വണ്ടി, ആൾക്കാരും യാത്രക്കാർ, ജനങ്ങളാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതാണ് ഈ ഒരു ദിവസം ഇവിടെ. അപ്പോൾ അന്ന് നമുക്ക് അത്രയൊരു ഭംഗിയോട് കൂടി ഇത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്ന തരത്തില്ല. ഇന്നിപ്പോൾ ഈ കാണുന്ന സൗന്ദര്യമെല്ലാം നമുക്കിപ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. കാണുന്ന കാഴ്ചകൾ, മരങ്ങൾ, ഒരു അതിമനോഹരമായൊരു ക്ഷേത്രം, ഒരു സ്ഥലമാണിത്. അപ്പം ഒരു പർട്ടിക്കുലർ ഡേയിൽ മാത്രമേ തുറക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ നേരത്തെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ വരാത്തവർക്ക് വരുന്നതിന് വേണ്ടിയാണ് ഇത്ര മുമ്പ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലക്കാർ ഇവിടെ വന്നില്ലെങ്കിൽ അത് വളരെ നഷ്ടമായിരിക്കും. കാരണം പത്തനംതിട്ട ജില്ലയിലുള്ള ഈ ഒരു ക്ഷേത്രം സന്ദർശിച്ചില്ലെങ്കിൽ, കാരണം പ്രകൃതി രമണീയം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയാണ്, നല്ല ഭംഗിയാണ്. കാരണം നിങ്ങൾ ഈ സൗണ്ട് കേട്ടല്ലോ, കിളികളൊക്കെ അലയ്ക്കുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വരുന്ന വഴിക്ക് ഇച്ചിരി ഭയപ്പാടൊക്കെ തോന്നും. രാത്രിയിലൊക്കെ വന്ന ആന കാര്യങ്ങൾ, രാത്രിയല്ല പകലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വന്ന വഴിക്ക് എല്ലാ ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും സൂക്ഷിക്കുക. പിന്നെ ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ മേളിലാണെങ്കിൽ മലനിരദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മേളിലുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ 3 ദിവസം കഴിഞ്ഞാൽ ഇവിടുത്തെ അന്തരീക്ഷം മാറും. അതുപോലെ ജനങ്ങളാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ഇവിടെ നടന്നായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ. ഇത് ഗുരുനാഥമണ്ണി വഴി വരാം, ചിറ്റാറ് സീകത്തോട് ഗുരുനാഥമണ്ണി വഴിയും വരാം. പത്തനംതിട്ട തണ്ണിത്തോട് തേക്കുതോടാണ് ഇതിൻ്റെ പഞ്ചായത്ത് വരുന്നത്. തണ്ണിത്തോട് തേക്കുതോട് വഴി ഈ ആലുവാങ്കുടിയിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ പണ്ട് നടന്നു വരുന്ന കാലത്തിലൊക്കെ ആൾക്കാർ രാത്രിയിൽ ഇവിടെ വന്നാൽ തിരിച്ചു പോകത്തില്ലായിരുന്നു. പകൽ വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ ഇവിടെ തങ്ങിയതിന് ശേഷമേ പോകത്തുള്ളായിരുന്നു. കാരണം പോകാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. നടന്നു പോയി കഴിഞ്ഞാൽ വന്യജീവി ആക്രമണം ഉണ്ടാവുന്ന പേടിച്ചിട്ട് പോകത്തില്ലായിരുന്നു രാവിലെ. അപ്പോൾ ഇന്ന് രാത്രി വരെ ഇവിടെ വെളുക്കുന്നതിനും വരെ ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വാഹന സൗകര്യങ്ങളൊക്കെ കൂടിയോടുകൂടി ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ജീപ്പ് സൗകര്യമൊക്കെ ധാരാളം കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ചെറിയ വാഹനമുള്ള ആൾക്കാരൊന്നും ഇതിലെ വരാതിരിക്കുക. കാരണം ഈ ചെറിയ കാറുകൾ, ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വാഹനങ്ങളും കൊണ്ട് ഇതിലെ വരാതിരിക്കുക. കാരണം വരുന്ന വഴിക്ക് റോഡ് വളരെ മോശമാണ്, ചെറിയ ചപ്പാത്തുകളൊക്കെ ഉണ്ട്. അത് കയറി ഇറങ്ങുമ്പോൾ അടി തീർച്ചയായിട്ടും ഇടയ്ക്കും. ജീപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തേക്കുതോട് നിന്ന് എപ്പോഴും ജീപ്പ് സർവീസ് ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അതിന് ചെറിയ ചാർജസേ ഉള്ളൂ. ഗ്രൂപ്പായിട്ട് കയറി അവരവിടെ സുഖമായിട്ട് കൊണ്ടുവന്ന് വിട്ടിട്ട് പോകും. പിന്നെ 2 വീലർ യാത്രക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 2 വീലറെല്ലാം കയറി വരും. 2 പേരെ വെച്ച് കയറി വരുന്ന ചില ഭാഗത്തൊക്കെ ഇറങ്ങി കൊടുക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ബുള്ളറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ ആക്റ്റീവയൊക്കെ ആണെങ്കിലും ഇവിടെ വരുന്നത്, ആർട്ടിയും ഓട്ടോയും ആപ്പയും എല്ലാം ഇവിടെ കയറി വരുന്നുണ്ട്. ഇല്ലെന്നല്ല പറയുന്നത്, എല്ലാം വരും. ആ ദിവസം എല്ലാം എങ്ങനെയാലും കയറി വരുന്നുണ്ട്. മാരുതി വണ്ടികളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ വാഹനങ്ങളുണ്ട്, ചെറിയ കാറുകളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ട് എന്ന് നമ്മൾ എടുത്തു പറയുകയാണ്. കാരണം വാഹനത്തിൻ്റെ അടിതട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതും ചെറിയ കയറ്റങ്ങളും മണ്ണ് വെട്ടിയും കല്ല് വെട്ടിയുമായിട്ടുള്ള സ്ഥലങ്ങളുമൊക്കെയാണ്. അപ്പം കല്ലെ കൂടെ കയറി ഇറങ്ങി അടിയിടിക്കാനൊക്കെ ചെയ്യുമ്പോൾ വലിയ വണ്ടി, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അവിടെ വരാം. ഇപ്പോൾ യാത്രയ്ക്കും ഒന്നും പ്രശ്നമില്ല. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഏകദേശം നമുക്കിതൊരു 40 കിലോമീറ്റർ അടുത്ത് ജില്ലാ ആസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട്. പത്തനംതിട്ട, കോന്നി, പയ്യനാമണ, തണ്ണിത്തോട്, തേക്കുതോട്, ആലുവാങ്കുടി. അപ്പം തണ്ണിത്തോട് നിന്ന് നമുക്ക് ഏകദേശം ഇവിടെ വരെ വരാൻ 14 കിലോമീറ്റർ ഉണ്ട് കാട്ടിക്കുടയ്ക്ക് വരുമ്പോൾ.
പിന്നെ ഒരു ഏകദേശം എല്ലാം കൂടി 40 കിലോമീറ്റർ അടുത്തായിട്ട് നമുക്ക് ഇതിന് ദൂരം വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ. പിന്നെ ചിറ്റാറ് സീത്തോട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ദൂരം, കാട്ടിലെ ദൂരം എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. ഗുരുനാഥൻ മണ്ണിൽ നിന്ന് എപ്പോഴും ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതലും ജീപ്പിനെയൊക്കെ ആശ്രയിച്ച് വരാൻ ശ്രമിക്കുക. ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ശിവരാത്രി ദിവസം ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഒരു 15-20 വർഷമായിട്ട് ഇവിടെ എല്ലാ ശിവരാത്രിയിലും വരുന്നുണ്ട്. നമ്മളിത് കാണുന്ന കിട്ടുകയും ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ആ ചാനൽ തുടങ്ങിയ സമയത്തായിരുന്നു ചെയ്തത്. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സെക്കൻഡ് വീഡിയോ ആയിരുന്നു അത്, ശിവരാത്രി ദിവസം. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ആഗ്രഹിച്ചായിരുന്നു നേരത്തെ പോയി ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കണം. കാരണം ശിവരാത്രി ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഈ പറഞ്ഞ ഇവിടെ ആഹാരങ്ങൾ, ഈ അന്നദാനമൊക്കെ നടത്താൻ വേണ്ടി ഓരോരുത്തരുടെ വകയായിട്ട് ഓരോരോ വണ്ടിയിൽ ചോറ് കൊണ്ടുവരുന്നവരുണ്ട്. അല്ലാതെ കാപ്പി, പലഹാരങ്ങൾ, പായസം എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കും. ആൾക്കാരത് വാങ്ങിച്ച് കഴിക്കുന്നു, കൊടുക്കുന്നു. പോലീസ് വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങളും ഉണ്ട്. ഇവിടെ എല്ലാം നിരത്തി അങ്ങ് ഒറ്റം വരെയും കടകളായിരിക്കും, ഈ കടമുറികളായിരിക്കും. അപ്പം കടകളും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും കാണാനൊന്നും സാധിക്കത്തില്ല ഈ പജിപ്പൊക്കെ. അപ്പോൾ ഇത് ആനയൊക്കെ ഇറങ്ങുന്ന എപ്പോഴും വെള്ളമാണ്. അതൊരു നല്ല ഒരു കാടിന് നടുക്ക് തന്നെയാണ് ഇത് ക്ഷേത്രം. ഇത് ഇത്ര മനോഹരമായ ക്ഷേത്രം ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരിക. കാരണം ഇത്ര അടുത്ത് ഇങ്ങനൊരു സ്ഥലം കിട്ടുന്നത് പത്തനംതിട്ടക്കാർ പലരും അറിയത്തില്ല. എന്നാൽ ഈ ലൊക്കെയുള്ളവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയ ക്ഷേത്രം ആലുവാങ്കുടി. പക്ഷേ എന്നാൽ ഇതറിയാത്ത ഞാൻ ഇന്നലെ സംസാരിച്ച കുറേ പേർക്ക് ആലുവാങ്കുടി കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം ബാക്കി കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റു കാര്യങ്ങളാണ്. ജസ്റ്റ് അതൊന്ന് വീഡിയോ കാണിച്ചതേ ഉള്ളൂ. നമ്മുടെ ക്ഷേത്രമാണ്. അപ്പോൾ എല്ലാം അടച്ചിരിക്കുകയാണ്. ശിവരാത്രി ദിവസം രാവിലെ തുറക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ ചുറ്റോടും കാഴ്ചകളും എല്ലാം കണ്ടു. നമുക്കിതിൻ്റെ ചുറ്റോടൊന്നും പോകാത്തില്ല. കാരണം എല്ലാം കാടായതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് കാണാനില്ല, കാട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ടും നമ്മൾ ഇറങ്ങുന്നതൊക്കെ സൂക്ഷിച്ചും നമ്മളുണ്ട്. കാരണം കിളികളുടെ സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളൂ. കാട്ടിലൊക്കെ എന്തൊക്കെയോ അനക്കം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 3 ജോലിക്കാർ വന്നവർ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും വന്നില്ല. അപ്പോൾ ഒരു ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പം ഈ ബുദ്ധിമുട്ടിലൊക്കെ മാറും. ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡാണ്. ക്ഷേത്രം കാണിക്കാം. നമ്മൾ അകത്തോട്ട് കയറി ക്ഷേത്രമായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. നാളെ ആകുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഷൂട്ടിങ്ങും ഇതുപോലുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. കാരണം ഇവിടെ എല്ലാം ഇവരുടെ ഓഫീസും കാര്യങ്ങളെല്ലാം കിട്ടും. തിരക്കുമായിരിക്കുമല്ലോ, റെസിപ്റ്റ് ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ബാക്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമുണ്ട്. ബാക്ക് സൈഡിലൊരു കുളമുണ്ട്. ബാക്ക് സൈഡിൽ കുളത്തിലും എപ്പോഴും ആന വെള്ളം കുടിക്കാനെല്ലാം വരുന്നതാണ്. അതിൻ്റെ പുറമോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം അല്ലാത്ത ദിവസമൊക്കെ വരുന്നത് പേടിച്ചൊക്കെ നിൽക്കാന്നുള്ളേ ഉള്ളൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. ക്ഷേത്രത്തിന് ചുറ്റുള്ളതാണ് ഈ കാണുന്നതൊക്കെ പ്രകൃതിയാണ്. ഇത്രയും മനോഹരമായിട്ട് ഇത് അല്ലാത്ത ദിവസം ഇത് നമ്മളല്ലാതെ മലയാള മാസം 1-ാം തീയതി തുറക്കും. 1-ാം തീയതി തുറക്കുന്ന സമയത്ത് വന്ന് നമുക്കിത് കുറച്ചുകൂടെ ഈ രീതിയിലൊന്ന് ആസ്വദിക്കാൻ പറ്റും. അന്നേരമൊക്കെ ജീപ്പിലൊക്കെ വരുന്നതായിരിക്കും നല്ലത്. ബൈക്കിലൊന്നും വരാതിരിക്കുക എപ്പോഴും. 2 വീലറൊക്കെ റിസ്ക്കാണ്. പിന്നെ ബൈക്ക് ഞാൻ അല്ലാതെ വന്നിട്ടുണ്ട്. എല്ലാം 1-ാം തീയതി വന്നിട്ടുണ്ട്. ഈ ജൂലൈ മാസം കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എല്ലാം പച്ചപ്പാവും. ഈ പോച്ചയൊക്കെ നല്ല പച്ചപ്പായിട്ട്, ഇത് പോണക്കായോണ്ട് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. പച്ചപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര സൗന്ദര്യമാണ് അവിടെ കാണാൻ. പിന്നെ ഈ തിരക്കൊഴിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ കാണിക്കുന്നതിലൊക്കെ നമുക്കൊരു സന്തോഷം തന്നെ ഉണ്ട്. ഇതൊരു മഹത്തായ ക്ഷേത്രമാണ്. ഈ ചുറ്റോടുള്ള കാഴ്ചകളെല്ലാം ഉണ്ട്. ഇവിടെ ഒരുപാട് വഴിപാടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊന്ന് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ അതിൻ്റെ എല്ലാ ആൾക്കാർ സ്റ്റാഫൊക്കെ ഒത്ത് തുറന്നിട്ടുണ്ട്. അവിടെ ചെറിയ രീതിയിൽ വിളക്കൊക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആനപ്പുണ്ടോ കിടക്കുന്നുണ്ട്. 2 ദിവസം പഴക്കമുള്ളതാണ്. അടച്ച ആനപ്പുണ്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ കിടക്കുക. കാരണം എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമായത്. വരുന്ന വഴിക്ക് ഞങ്ങൾ ബൈക്കിൽ 2 വീലറിലാണ് വന്നപ്പോൾ മൊത്തം ആനപ്പുണ്ടത്തെ കയറിയാണ് വന്നത്. പിന്നെ പേടിച്ചു വന്നത് എന്ന് പറയാനൊക്കത്തില്ല. ഇതാ എൻ്റെ നേച്ചലായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം. 100 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അപ്പം ഇവിടെ വിശിഷ്ടാൽ ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ പ്രകൃതി ആസ്വദിച്ചിട്ട് ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. അല്ലാത്തവർ തീർച്ചയായിട്ടും വരിക. നമുക്ക് ഈ വീഡിയോ കാണിക്കാൻ നിങ്ങളോട്ടൊന്ന് പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ശിവരാത്രിക്ക് 2 ദിവസം മുമ്പ് ഞാനിത് ഷൂട്ട് ഇടുന്നതും അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു.